1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. ആനന്ദുണ്ണിയും വിയാസ് പാലപ്പറമ്പിലും നമുക്കൊപ്പം ചെയ്ത് വരിക. വെൽക്കം വെൽക്കം. അപ്പോൾ യു കെയിൽ നിന്ന് നിങ്ങൾ വന്നത് വളരെ സന്തോഷം. അപ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ജീവിതം? കുറച്ചു കാലമായി യു കെയിൽ എത്തിയിട്ട്? ഒരു 3 വർഷമായി. ഇത് ആനന്ദുണ്ണി, ഇത് വിയാസ് പറമ്പിൽ, വിയാസ് പാലപ്പറമ്പിൽ. പാലപ്പറമ്പിൽ എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരും? കോട്ടയാണ് സാറേ, ഞങ്ങൾ കോട്ടയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ 6 വർഷമായി യു കെയിലുണ്ട്. ഓക്കെ. ആനന്ദുണ്ണിയോ? ഞാനിപ്പോ 3 വർഷമായി. ഇതിന് മുന്നേ ഖത്തറിലായിരുന്നു. താങ്കൾ ഖത്തർ പോലീസിലോ മറ്റോ അല്ലായിരുന്നു? ഓക്കെ. ഖത്തർ പോലീസിങ് നന്നായിരുന്നല്ലോ. അവിടുന്ന് നേരെ പറന്നു. എന്താ കാര്യം? അവിടെ ലണ്ടനിൽ പോലീസിങ് ആവശ്യമായി വന്നോ? ഇല്ല, വൈഫിന് ജോബ് യു കെയിലോട്ട് കിട്ടി. അങ്ങനെ. അപ്പോൾ താങ്കൾ ഏത് സാഹചര്യത്തിൽ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഇപ്പൊ മീഡിയ ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. വിയാസിന്റെ അവസ്ഥ എന്താണ്? വൈഫിന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് ഞാൻ നേരെ പ്രേക്ഷകർ കിട്ടി. വൈഫിന്റെ ജോലി സംബന്ധമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും യു കെയിലേക്ക്. ആദ്യം വൈഫാണോ പോയത്? ആദ്യം വൈഫാണ് പോയത്. അതിനുശേഷം ഞാൻ അതൊരു കീഴ്വഴക്കം തോന്നുന്നല്ലേ? ആദ്യം ഭാര്യ പോകുക, അതിന്റെ പിന്നാലെ ഭർത്താവ് പോവുക. അതെ. ഓക്കെ. അത് കൊള്ളാം. അതെന്നാലും നന്നായി. ഇവിടെയൊക്കെ നേരെ തിരിച്ചാ. പലയിടത്തും പോണേ ആദ്യം ഭർത്താവ് പൈലറ്റായിട്ട് പോകും, അതിന്റെ പിന്നാലെ ഭാര്യ പോകും. വിദേശമല്ലേ, അവിടെ ഒരു ചേഞ്ച് വേണം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് വന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്കും അതൊരു പുതിയ അറിവായിരിക്കും. അമേരിക്കയിലൊക്കെ നമ്മൾ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു ചാനലായിട്ട് മാറിയിട്ടുണ്ട്. ഫ്ലവേഴ്സും അങ്ങനെ തന്നെ. 24 മുമ്പേ ഫ്ലവേഴ്സ് അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഈ നമ്മൾ പ്രത്യേകിച്ച് യു കെ പോലുള്ള എനിക്ക് തോന്നുന്ന ഒരു 5 ലക്ഷം മലയാളികളില്ല. 5 ലക്ഷത്തോളം മലയാളികളുണ്ട്. ഇത്രയും മലയാളികൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നഴ്സസും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ ഉള്ള സ്ഥലത്ത് ഈ 24 ഫ്ലവേഴ്സും എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? സാറേ, ഇതുവരെ യു കെയിലെ മലയാളികൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. നമ്മൾ ഒരു ന്യൂസ് ചാനലായാലും ഒരു എന്റർടൈൻമെന്റ് ചാനലായാലും അവർക്ക് അതിനുള്ള അവസരം ഇല്ലായിരുന്നു. യു കെ മലയാളികൾക്ക് ഫ്ലവേഴ്സും 24 വരുന്നതോടുകൂടി അവരുടെ കഴിവുകളും കൂടെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു വേദി കിട്ടുന്നുണ്ട്. വാർത്തകൾ മാത്രമല്ലാതെ അവർക്കും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് റിയാലിറ്റി ഷോകൾ നമ്മൾ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ കൂടി കുട്ടികളുടെയും അല്ലെങ്കിൽ മുതിർന്നവരുടെയും കഴിവുകളെ അവിടെ അവതരിപ്പിക്കാനും ലോക മലയാളികൾക്ക് കാണാനുമായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഒരുക്കാനായിട്ട് സാധിക്കും. അവിടെ ആനന്ദുണ്ണി, നിങ്ങൾ രണ്ടുപേരും കൂടാതെ ഇതിന്റെ മുൻനിരയിലുള്ളത് ആരാണ്? നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സരുണാണ് നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ. സരുണാണ്. അപ്പൊ നിങ്ങൾക്ക് വാർത്തകളൊക്കെ വളരെ വേഗത്തിൽ എത്തിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ അത് നല്ല കാര്യമാണ്. ഈ നിങ്ങളുടെ ജോലി തിരക്കിനിടയിൽ നമ്മുടെ ഈ വാർത്താ ബാഹുല്യമൊക്കെ വരുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും പറ്റും. 100-ലും വരുന്ന മലയാളി അസോസിയേഷൻ ഉണ്ട് സാർ, അവിടെയുണ്ട്. അതായത് ഈ അസോസിയേഷൻ മുഖാന്തരം നമുക്ക് വാർത്തകൾ അവിടെ മലയാളികളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാർത്തകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട്. ഈ യുണൈറ്റഡ് കിങ്ഡം പോലെ ഒരു രാജ്യത്ത് ഈ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം ഒരു അനുവദിക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു പൊതുവെ മീഡിയ വർക്ക് ചെയ്യുന്നത്? സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം തന്നെയാണ് അവിടെ ഉള്ളത്. അല്ല, അവിടെ നിന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത്തരം വാർത്തകളൊക്കെ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. അതല്ല, എനിക്കറിയാം നിങ്ങൾ മലയാളികളൊക്കെ ഒരുപാട് ഈ ഓണവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ക്രിസ്മസിനും ഒക്കെ തന്നെ വലിയ ആഘോഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് അറിയുന്നില്ലെങ്കിലും ഇനി നമ്മുടെ പ്രേക്ഷകർക്കും അതെല്ലാം അറിയാൻ കഴിയും. ലോകത്തെമ്പാടും നമുക്ക് 24 വഴി അതൊക്കെ പ്രക്ഷേപിക്കാൻ പറ്റും. ഉറപ്പായിട്ടും നമ്മൾ എപ്പോഴും സജ്ജമാണ്, റെഡിയായിട്ട് നമ്മൾ. ഓക്കെ. മിക്കവാറും ഇപ്പം നമ്മുടെ മധുകൊട്ടാരക്കര അമേരിക്കയിൽ ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ബിൽഡറായിട്ടാണ് പോയത്. ഇപ്പൊ ബിൽഡിംഗ് നടക്കുന്നില്ല, വാർത്ത മാത്രമേ നടക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങളുടെ കാര്യം അങ്ങനെ ആവില്ലല്ലോ അല്ലേ? ഓക്കെ. നിങ്ങൾ ജോലി നോക്കുക, അതേസമയം ഇതിലും. അപ്പോൾ എല്ലാ ആശംസകളും. ഓക്കെ. അപ്പോൾ ഇതൊരു വലിയ വിജയമാകട്ടെ. യു കെയിലെ എല്ലാ മലയാളികളുടെയും യൂറോപ്പിലിരിക്കുന്ന മലയാളികളുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ഈ അവാര മീഡിയ അല്ലേ, അവാര മീഡിയ അത് കുറച്ചു കാലമായി അവാര മീഡിയ തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി. അപ്പോൾ അവാര മീഡിയയും അതിന്റെ പ്രവർത്തകരും ഒക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ, വലിയ വിജയമാകട്ടെ. നമ്മളിപ്പോൾ നമുക്കൊരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ എവിടെ ഏത് രാജ്യത്ത് നമ്മൾ തുടങ്ങിയാലും അതെല്ലാം സൂപ്പർ ഹിറ്റാ. അപ്പം ഈ ആ ചരിത്രം നിങ്ങൾ യു കെയിലും അങ്ങനെ തന്നെയായിരിക്കും. ഓഫീസ് വന്നിട്ട് ഷെഫീൽഡിലാണ്. ന്യൂസുമായിട്ട് ഞങ്ങൾ പോകുന്നത് എക്സിറ്ററിലാണ്. ഞങ്ങൾ 2 സ്ഥലത്തുനിന്ന് വർക്ക് ചെയ്യും. അപ്പൊ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ 24 അതിമധുരമായ ഒരു ചായയൊക്കെ കുടിച്ച് പിരിയുക. ഓക്കെ, നമുക്ക് സന്തോഷം. ഓക്കെ, ഞാൻ എന്റെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒന്ന് കിടക്കാം. താങ്ക് യു. അവാര മീഡിയ പ്രവർത്തകരാണ് കണ്ടത്. ഫിയാസ് പാലപ്പറമ്പിൽ, അതുപോലെ ആനന്ദുണ്ണി. ഇവരാണ് യു കെയിലും അയർലൻഡിലും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലും ഇനി 24-നും ഫ്ലവേഴ്സിനും വേണ്ടി പ്രവർത്തിക്കുക.
ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.